നമസ്കാരം. ഏവർക്കും എല്ലാ ഞായറാഴ്ചകളിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 7. അങ്ങനെ നാളെ മുതൽ നമ്മൾ ഈ മാസത്തെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് എൻ്റർ ആവുകയാണ്. പ്രധാനമായും 7 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ ദിശയും. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. അതിനു മുൻപേ വേഗത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് ഓടിച്ചു നോക്കിയിട്ട് വരാം. കഴിഞ്ഞ ആഴ്ചയും ഇടിവ് നേരിടേണ്ടി വന്നതിനെ തുടർന്ന് തുടർച്ചയായി 2 ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റ് നഷ്ടത്തോടുകൂടി തന്നെയാണ് ട്രേഡിംഗ് അവസാനിപ്പിക്കുകയും ചെയ്തത്. വീക്ക്ലി ബേസിസിൽ 23,151.5 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ സപ്പോർട്ട് എടുക്കുവാൻ സാധിച്ചപ്പോൾ 23,733.70 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. തൽഫലമായി 582 പോയിന്റുകളുടെ ട്രേഡിംഗ് റേഞ്ച് ക്രിയേറ്റ് ചെയ്യപ്പെട്ടെങ്കിലും 181 പോയിന്റുകളുടെ അഥവാ 0.77% ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നു. എന്നാൽ അതേസമയം ഇന്ത്യ വിക്സിന് 2.47% ഇടിവും വീക്ക്ലി ബേസിസിൽ കൈവരിക്കുവാനായി. ഇനി ഈ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിന് ഒരുപക്ഷെ ശക്തമായ പ്രഷർ അനുഭവപ്പെട്ടേക്കാം. കാരണം വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ തുടർച്ചയായ സെല്ലിംഗ് മൂലവും ഗ്ലോബൽ ക്യൂസ് വീക്കായിട്ട് മാറിയതിനെ തുടർന്നും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉണ്ടാകുന്ന വർധനവും മാത്രമല്ല വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളെ തുടർന്ന് ഓയിലിന്റെ വില ഉയർന്ന തോതിൽ തന്നെ നിലകൊള്ളുന്നതിനാലും എങ്കിലും കഴിഞ്ഞ വെള്ളിയാഴ്ചയോടുകൂടി RBI മോണിറ്ററി പോളിസിയുടെ ഭാഗമായി വന്ന മെഷേഴ്സിന്റെ ഫലമായിട്ട് ഉണ്ടാകാൻ പോകുന്ന പുതിയ നീക്കങ്ങളും മൺസൂണിൽ ഉണ്ടാകാൻ പോകുന്ന പ്രോഗ്രസും ഇൻഫ്ലേഷൻ കൺസേൺസ് മാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റ് ട്രെൻഡുകളും ഈ വരുന്ന ആഴ്ചയിൽ നിക്ഷേപകർ ക്ലോസ് ആയിട്ട് തന്നെ വാച്ച് ചെയ്യും. ഇനി ഈ വരാൻ പോകുന്ന ആഴ്ചയിലേക്ക് വന്നു കഴിയുമ്പോൾ ഏറ്റവും ആദ്യം ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഘടകം വീക്കായിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് തന്നെയാണ്. കാരണം വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റിൽ കാര്യങ്ങൾ കീഴ്മേൽ മറിയുക തന്നെ ചെയ്തു. തൽഫലമായി ഇന്ത്യയുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിന്നും 356 പോയിന്റുകൾ ചോർന്നു പോവുകയും ചെയ്തു. ഏകദേശം 23,091 എന്ന ലെവലിലായിട്ടാണ് ഇന്നലെ ശനിയാഴ്ച വെളുപ്പിനോടുകൂടി ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡിംഗ് അവസാനിപ്പിക്കുകയും ചെയ്തത്. മാത്രമല്ല വ്യാഴാഴ്ച US മാർക്കറ്റില് ചിപ്പ് സ്റ്റോക്കുകളിൽ അനുഭവപ്പെട്ട ഇടിവ് വെള്ളിയാഴ്ച വീണ്ടും ശക്തമായി തന്നെ തുടരുകയും ചെയ്തു. ഇതിനെ തുടർന്ന് 15% ഇടിവ് രേഖപ്പെടുത്തിയ ബ്രോഡ്കോമിന്റെ ഷെയർ പ്രൈസിൽ വെള്ളിയാഴ്ച വീണ്ടും ശക്തമായ ഇടിവ് നേരിടേണ്ടി വന്നതിനെ തുടർന്ന് 8% ഇടിവ് നേരിട്ടപ്പോൾ എൻവിഡിക്ക് മാത്രം 6% ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നു. തൽഫലമായി നാസ്ഡാക്ക് 4.2%, S&P 500ന് 2.64% നഷ്ടത്തോടു കൂടിയിട്ടാണ് ട്രേഡിംഗ് അവസാനിപ്പിക്കുകയും ചെയ്തത്. കൂടാതെ ഡോ ജോൺസ് ഫ്യൂച്ചറും 695 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി അഥവാ 1.35% ഇടിവോടുകൂടിയിട്ടാണ് ട്രേഡിംഗ് അവസാനിപ്പിക്കുകയും ചെയ്തത്. ആയതിനാൽ തന്നെ ഒരു പക്ഷേ നാളെ ഇന്ത്യൻ മാർക്കറ്റിനെയും കാത്തിരിക്കുന്നത് നിലവിൽ ഇൻഡിക്കേഷൻ പ്രകാരം ഏകദേശം 300ലേറെ പോയിന്റുകളുടെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സാധ്യതകൾ വിരളമാണെങ്കിൽ കൂടിയിട്ടും ഒരു പക്ഷേ കാര്യങ്ങൾ നേരിയതിലാണെങ്കിലും മറിയുകയാണെങ്കിൽ മാക്സിമം 50 അതോ 100 പോയിന്റുകളുടെ റിക്കവറി മാത്രമേ ഒരുപക്ഷെ രേഖപ്പെടുത്തുവാനുമാവുകയുള്ളൂ. എന്നാൽ മറുപക്ഷത്ത് ഇനി വീണ്ടും ഗ്ലോബൽ ക്യൂസ് വീക്ക് ആവുകയാണെങ്കിൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ആയി വരുമ്പോഴേക്കും ഒരുപക്ഷെ ഇതിലും അപ്പുറം ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യാം. അതിനാൽ തന്നെ ഇന്ത്യൻ മാർക്കറ്റിന്റെ നാളത്തെ ഓപ്പണിംഗ് റേഞ്ച് രാവിലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ നമുക്ക് മെൻഷൻ ചെയ്യാം. വെള്ളിയാഴ്ച പുറത്തു വന്ന ഇന്ത്യയുടെ RBI മോണിറ്ററി പോളിസിയിൽ റെപ്പോ റേറ്റ് 5.25% സ്റ്റഡി ആയിട്ട് തന്നെ നിലനിർത്തിയെങ്കിലും RBIയുടെ ഭാഗത്ത് നിന്ന് വന്നുള്ള മറ്റുള്ള നടപടികൾ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുമുണ്ട്. കാരണം വെള്ളിയാഴ്ചയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ ശക്തമായ സെല്ലിംഗ് തന്നെയാണ് നടത്തുകയും ചെയ്തത്. എന്നാൽ RBI എടുത്ത പുതിയ നടപടികളെ തുടർന്ന് NRIs അഥവാ നോൺ റെസിഡന്റ് ഇന്ത്യൻസിനും ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യയ്ക്കും ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് ഇക്വിറ്റി ഇൻസ്ട്രുമെന്റ്സിൽ RBI വർദ്ധിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അതേസമയം RBIയുടെ ഭാഗത്ത് നിന്നും 2027 വർഷത്തെ ഇൻഫ്ലേഷൻ ഫോർകാസ്റ്റ് 5.1%ലേക്ക് ഉയർത്തിയതും മാത്രമല്ല 2027 സാമ്പത്തിക വർഷവുമായി ബന്ധപ്പെട്ടുള്ള GDP ഗ്രോത്ത് റേറ്റിന്റെ പ്രൊജക്ഷന് 6.6% വെട്ടിക്കുറച്ചതും അതേസമയം നമ്മുടെ മാർക്കറ്റിനെ വിപരീതമായിട്ടും സ്വാധീനിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച പല ഘടകങ്ങൾ കൊണ്ടും RBI മോണിറ്ററി പോളിസിയുടെ ഇമ്പാക്ട് ഇന്ത്യൻ മാർക്കറ്റിന് കാര്യമായ സ്വാധീനം ചെലുത്തുവാൻ സാധിച്ചില്ലെങ്കിലും ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ഇവയുടെ ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തലുകൾ വന്നതിന്റെ ഫലമായിട്ട് മാർക്കറ്റിൽ ഒരു ശക്തമായ ഇമ്പാക്റ്റും ക്രിയേറ്റ് ചെയ്യുവാൻ സാധ്യതകളുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ശക്തമായ സെല്ലിംഗ് തന്നെയാണ് നടത്തുകയും ചെയ്തത്. 5 ട്രേഡിംഗ് സെഷന് കൊണ്ട് 31,120 കോടി രൂപയ്ക്ക് അവർ സെല്ലിംഗ് ആണ് കഴിഞ്ഞ ആഴ്ച
നടത്തുകയും ചെയ്തത്. ആയതിനാൽ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും നിലവിൽ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിലും എണ്ണയുടെ വില ഏറ്റവും ഉയർന്ന തോതിലായിട്ട് തന്നെ നിലനിൽക്കുന്നതിനാലും എന്നാൽ അതേസമയം RBIയുടെ ഭാഗത്ത് നിന്ന് വന്ന പുതിയ നടപടികൾ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളും നമ്മൾ നോക്കിക്കണ്ട് തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. ഇറാൻ US ടെൻഷൻസിനെ കുറിച്ച് പിന്നെ എടുത്തു പറയേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. 3 മാസത്തിലേറെ കാലമായിട്ട് ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും അലട്ടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ്. മാത്രമല്ല ബുധനാഴ്ചയ്ക്ക് ശേഷം ഒരു ദിവസം വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ കൂൾ ഓഫായി നിലനിന്നെങ്കിലും വെള്ളിയാഴ്ച വീണ്ടും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ ഹീറ്റപ്പ് ആവുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. ഹോർമൂസ് കടലിടുക്കിലേക്ക് ഇറാൻ അയച്ച ഡ്രോണുകളെ US പ്രതിരോധിച്ചു എന്നുള്ള റിപ്പോർട്ട്സ് വന്നു. മാത്രമല്ല ഇതിനെ തുടർന്ന് ഇറാനിയൻ കോസ്റ്റൽ റഡാറുകൾക്ക് മുകളിൽ US പ്രത്യാക്രമണം നടത്തിയെന്നുള്ള റിപ്പോർട്ട്സുകൾ തന്നെയാണ് വരുന്നതും. എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്നും US ആണ് ആദ്യം സീസ് ഫയർ ബ്രേക്ക് ചെയ്തുകൊണ്ട് തങ്ങളെ ആക്രമിച്ചതെന്നുള്ള പ്രസ്താവന വരികയും ചെയ്തു. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം USഉം ഇറാനും തമ്മിലുള്ള സമാധാന നടപടികൾക്ക് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുമുള്ള നടപടികൾ ശക്തമാക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സ് ആണ് വരുന്നതും. മാത്രമല്ല പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഇറാന്റെ സുപ്രീം ലീഡറിലേക്ക് US ഇറാൻ ടെൻഷൻസ് ഒരു അയവിലേക്ക് നയിക്കുവാനായിട്ടുള്ള സന്ദേശം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും നൽകിയെന്നുള്ള സൂചനകളും വരുന്നുണ്ട്. അതിനാൽ തന്നെ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. 3 ആഴ്ചകൾക്ക് മുന്നേ നമ്മൾ കണ്ടിരുന്നു US മാർക്കറ്റിലെ ബോണ്ട് ഈൽഡ് ശക്തമായ ഉയർച്ച രേഖപ്പെടുത്തുന്നത്. അതേസമയം US മാർക്കറ്റിന് മാത്രമല്ല ഇന്ത്യൻ മാർക്കറ്റിനും ശക്തമായ ഇടിവ് നേരിടേണ്ടതായിട്ടും വന്നു. എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ഓർക്കുന്നത് 10 ഇയർ ബോണ്ട് ഈൽഡ് 2007 ശേഷം ഏറ്റവും ഉയർന്ന തോതിലായിട്ട് ഏതാനും ആഴ്ചകൾക്ക് മുന്നേ എത്തിച്ചേരുകയും ചെയ്തതെങ്കിൽ വെള്ളിയാഴ്ച വീണ്ടും USലെ 2 ഇയർ ട്രഷറി ഈൽഡ് അതിന്റെ 15 മാസത്തെ ഏറ്റവും ഉയർന്ന തോതിലായിട്ട് തന്നെ എത്തിച്ചേരുകയും ചെയ്തു. ആയതിനാൽ തന്നെ ബോണ്ട് ഈൽഡ് വീണ്ടും വർദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാർക്കറ്റിനെ പ്രഷർ ചെയ്യുകയും ചെയ്യും. ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്ക് ഡൗൺ സൈഡിലേക്ക് 23,100 23,000 എന്നീ ലെവലുകൾ ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ ആയിരുന്നു. ഈ അടുത്ത കാലത്തൊന്നും നിഫ്റ്റിക്ക് 23,100 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുമില്ലായിരുന്നു. എന്നാൽ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 23,100 എന്ന ലെവലിന് താഴെയായിട്ടുള്ള ഒരു ഓപ്പണിംഗുമാണ്. എന്നാൽ അതേസമയം 23,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ നിഫ്റ്റിക്ക് ശക്തമായി ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തുടർന്ന് താഴേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം നോക്കി കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുമുണ്ട്. എന്നാൽ അതേസമയം 23,600 തുടർന്ന് 23,800 എന്നീ ലെവലുകൾ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലുകൾക്ക് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ മുൻപോട്ടൊരു പ്രയാണം നിഫ്റ്റിക്ക് സാധ്യമാവുകയുമുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഈ ആഴ്ചയിൽ പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. ആകെ വെള്ളിയാഴ്ച 12-ാം തീയതി ഇന്ത്യയിൽ നിന്ന് മെയ് മാസത്തെ മന്ത് ഓൺ മന്ത് ബേസിസിലും ഇയർ ഓൺ ഇയർ ബേസിസിലുമുള്ള ഇൻഫ്ലേഷൻ റേറ്റിന്റെ റിലീസ് മാത്രമേ നിലനിൽക്കുന്നതുമുള്ളൂ. എന്നാൽ അതേസമയം പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ US നിന്നും ചൊവ്വാഴ്ച എക്സിസ്റ്റിംഗ് ഹോം സെയിൽസിന്റെയും മെയ് മാസത്തെ ബുധനാഴ്ച മെയ് മാസത്തെ തന്നെ വിവിധ തരത്തിലുള്ള ഇൻഫ്ലേഷൻ ഡാറ്റകളുടെയും വെള്ളിയാഴ്ച മിഷിഗൺ കൺസ്യൂമർ സെന്റിമെന്റ്സ് ജൂൺ മാസത്തെ ഡാറ്റയും റിലീസിനായിട്ട് ലൈനപ്പ് ചെയ്തിട്ടുമുണ്ട്. അവയുടെ വിശദാംശങ്ങൾ ഓരോ ദിവസത്തെയും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ സ്പെസിഫിക് ആയിട്ട് തന്നെ മെൻഷൻ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഘടകങ്ങളുടെയൊക്കെ പ്രതികരണം അനുസരിച്ച് തന്നെയിരിക്കും വരാൻ പോകുന്ന ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ ദിശയും. ഇതിനെല്ലാം പുറമെ ഇൻഫോസിസ്, അദാനി എന്റർപ്രൈസസ്, ട്രെൻഡ് തുടങ്ങിയ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ ഉൾപ്പെടെ 44ഓളം സ്റ്റോക്കുകളുടെ ഡിവിഡൻസിന്റെയും ബോണസ് ഇഷ്യൂവിന്റെയും സ്റ്റോക്ക് സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ടുള്ള എക്സ് ഡേറ്റുമാണ് ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ. അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് ഇവന്റ്സുകളും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് നയിക്കുകയും ചെയ്യാം. ഏവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.